കൂട്ടുകാരെ, എപ്പോഴും എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഡോറയെ കൂട്ടുകാർക്ക് അറിയായിരിക്കുമല്ലോ. നമ്മൾ ഇന്ന് ഒരു നിധി കണ്ടുപിടിക്കുന്ന സ്റ്റോറിയാണ് കേൾക്കുന്നത്. ഡോറയും ബുജ്ജിയും ഡിയാഗോയും നമ്മുടെ കുറുനരിയും എല്ലാവരുള്ള ഒരു ത്രില്ലിംഗ് മൂവി. സോ ഹിയർ വി ഗോ ടു ദ മൂവി ഡോറ ആൻഡ് ദ സെർച്ച് ഫോർ സോൾ ഡൊറാഡോ. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ടി ഡോറയാണ്. അവള് ജനിച്ച് വീണതേ ഒരു എക്സ്പ്ലോറർ ആയിട്ടാണെന്നാണ് പറയുന്നത്. അവൾക്ക് ഏറ്റവും ആഗ്രഹം ആമസോൺ റെയിൻ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ്. അവളുടെ ചേട്ടനായ ഡിയാഗോയ്ക്കും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. ഇവര് രണ്ടുപേരും കമീല ദ ക്രൂസൈഡർ എന്ന് പറയുന്ന എക്സ്പ്ലോററിന്റെ വലിയ ഫാൻസ് ആണ്. ഏത് സമയവും കമീലയുടെ TV ഷോ കണ്ടുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഇവരെ രണ്ടുപേരെയും മുത്തശ്ശൻ ആമസോൺ റെയിൻ ഫോറസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് മുത്തശ്ശൻ ഇവർക്കൊരു സമ്മാനം കൊടുത്തു, ഒരു കൈച്ചെയിന്. ഇതൊരു ചരടാണ്, ഇതിൽ ഒരുപാട് കെട്ടുകളുണ്ട്. ഇങ്ക എന്ന് പറയുന്ന വംശത്തിലുള്ളവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. അവർ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ ഇതുപോലെ കെട്ടുകളിടും. നിങ്ങൾ ഓരോ എക്സ്പ്ലോറിങ് ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കെട്ടുകളിടണം എന്നെല്ലാം മുത്തശ്ശൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. രാത്രി മറ്റൊരു കഥയും പറഞ്ഞു കൊടുത്തു. പണ്ടുള്ളവർക്ക് വഴി കാണിച്ചു കൊടുത്തിരുന്നത് നക്ഷത്രങ്ങളാണത്രേ. അത്തരത്തിലെ ഒരു നക്ഷത്രം ഭൂമിയിൽ വീണു പതിച്ചു. അതൊരു മാജിക്കൽ സ്റ്റാർ ആയിരുന്നു. പേര് സോൾ ഡൊറാഡോ. ഇതിനൊരു കഴിവുണ്ട്. വളരെ പരിശുദ്ധമായ ഒരേ ഒരു ആഗ്രഹം ഇതിന് സാധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത് എവിടെയാണ് കാണാതായത് എന്ന് ഡോറ ചോദിക്കുവാണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ. ആണോ മുത്തശ്ശ? എങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി സോൾ ഡൊറാഡോ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കുട്ടി ഡോറ പറയുമ്പോൾ മുത്തശ്ശൻ അവൾക്കൊരു സമ്മാനം കൊടുത്തു, മാപ്പ്. നീ മനസ്സിൽ എവിടെ പോകണമെന്ന് ആഗ്രഹിച്ചോ അതിലേക്കുള്ള വഴി ഈ മാപ്പ് നിനക്ക് കാണിച്ചു തരുമെന്ന് പറയുന്നു. മുത്തശ്ശന്റെ സമ്മാനം അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ഈ മാപ്പുമായിട്ടുള്ള യാത്രക്കിടയിൽ നമ്മുടെ ഡോറ ഒരാളെ കണ്ടുമുട്ടുവാണ്. ശബ്ദം കേട്ടൊരിടത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു കുട്ടിക്കൊരങ്ങനെ കാണുന്നുണ്ട്. അവള് അതിന്റെ കാലില് മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാലിൽ ഇനിയും മുറിവ് പറ്റാതിരിക്കാൻ അവള് ബൂട്ട്സ് ആ കുട്ടിക്കൊരങ്ങനെ സമ്മാനമായി കൊടുത്തു. അങ്ങനെ ആ കുട്ടിക്കൊരങ്ങൻ പേര് ചോദിക്കുമ്പോൾ എന്റെ പേര് ബൂട്ട്സ് എന്ന് തന്നെ പറയുന്നു. അവിടെ വെച്ച് നമ്മുടെ ബൂട്ട്സും ഡോറയും കൂടി ചങ്ങാതിമാരാവുന്നു. ഈ ബൂട്ട്സ് ആട്ടോ പിന്നീട് ബുജ്ജിയായി മാറുന്നത്. നമ്മുടെ ഡോറയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കാര്യം നമ്മുടെ ബൂട്ട്സിന് മനസ്സിലാകുവാണ്. അങ്ങനെ അവരൊന്നിച്ച് യാത്രകളെല്ലാം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു. സോ നമുക്ക് എന്തായാലും ഇനിയുള്ള മെയിൻ തീമിലേക്ക് കടക്കാൻ കേട്ടോ. നമ്മുടെ ഡോറയുടെ കാർട്ടൂൺ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ വെച്ച് നമ്മുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നുണ്ട്. ശേഷം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഡോറ വലിയ കുട്ടിയായിരിക്കുകയാണ്. അവള് ഈ എക്സ്പ്ലോറിംഗ് പരിപാടി ഒന്നും വിട്ടിട്ടില്ല. രാവിലെ എണീക്കുന്നതേ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ അവളുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് സോൾ ഡൊറാഡോ കണ്ടുപിടിക്കണം. അന്ന് മുത്തശ്ശന് കൊടുത്ത വാക്ക. അന്ന് തൊട്ട് അവൾ ഈ സാധനം തെരഞ്ഞുകൊണ്ട് നടക്കുവാണ്. വീട്ടിലുള്ള എല്ലാവർക്കും ഇക്കാര്യം അറിയാം. അങ്ങനെ ഇന്നും അവൾ എക്സ്പ്ലോറിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുത്തശ്ശന്റെ ശവകുടീരത്തിന് മുൻപിൽ ഒരു ഫ്ലവറും വെച്ച് ഞാൻ മുത്തശ്ശനെ എപ്പോഴും എന്നും മിസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞില്ലേ ആ കാര്യം, അത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് അവള് നേരെ പോകുന്നത് ഡിയാഗോയുടെ അടുത്താണ്. ഡിയാഗോയ്ക്ക് എക്സ്പ്ലോറിംഗ് മാത്രമല്ല, അവന് മൃഗങ്ങളെയും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇന്നും യാത്രയ്ക്ക് ഇറങ്ങി. 10 ഗുഹ നമ്മുടെ ഡോറ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 9ലും ഈ സോൾ ഡൊറാഡോയ്ക്കുള്ള ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അവസാനത്തെ ഗുഹ ഇതിനകത്ത് എന്തെങ്കിലും കാണുമെന്നും പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഫ്രണ്ടിൽ കണ്ടിട്ടും നമ്മുടെ ഡോറ ഡിയാഗോയും കൂട്ടി അകത്തോട്ട് കടക്കാണ്. മാപ്പിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ബൂബി ട്രാപ്സ് കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് തീർന്നില്ല. ദേണ്ട ഒരു അസ്ഥികൂടം ഫ്രണ്ടിൽ വന്ന് വിട്ടു. ഡിയാഗോ ആകെ പേടിച്ചു പോകുന്നുണ്ട്. അവൻ കാര്യം എപ്പോഴും റെസ്ക്യൂ ചെയ്യാൻ ഫ്രണ്ടില എന്നൊക്കെ പറയെങ്കിലും ഇങ്ങനത്തെ കാര്യം പെട്ടെന്ന് വരുമ്പോൾ ആരായാലും പേടിച്ചു പോയില്ലേ. പക്ഷെ ഡോറ പേടിച്ചില്ല കേട്ടോ. അപ്പൊ ഈ പരിസരത്ത് എവിടെയാണ് നമുക്കുള്ള അടുത്ത ക്ലൂ എന്ന് പറഞ്ഞ് ഡോറ സെർച്ചിങ് ആരംഭിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവൾ ആ നിന്നിടത്ത് നിന്ന് നേരെ താഴോട്ട് വീണു പോകുന്നുണ്ട്. അപ്പൊ ഇതിന് താഴെ ഒരു കുഴിയുണ്ട്. ഇതിനകത്തായിട്ടായിരിക്കും എന്തെങ്കിലും ഉണ്ടാവുക എന്ന് പറയാണ്. ഡിയാഗോ അന്നേരം ഇവളെ ഒരു കയറിൽ കെട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവള് താഴോട്ട് അപ്പാടെ വീണ് കഴിഞ്ഞാൽ പരിക്ക് പറ്റില്ലേ. അവിടെ ഒരുപാട് കയറ് തൂങ്ങിക്കിടപ്പുണ്ട്. ഇതിന്റെ പേരാണ് ക്യൂപ്പോ. ഇതിൽ ഒരുപാട് നോട്ട്സ് ഉണ്ട്, അതായത് കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ലിപിയാണ്, ഇങ്കാസിന്റെ ലിപിയാണ്. അത് മുത്തശ്ശൻ അന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് വെച്ച് ഡോറ ആ നോട്ട്സ് എല്ലാം തൊട്ട് അത് വായിച്ചു നോക്കി. ശേഷം അവിടെ ഒരു കുഞ്ഞു ആർട്ടിഫാക്റ്റ് കാണുന്നുണ്ട്. അതിന്റെ അതേ ഷേപ്പിലുള്ള മറ്റൊരു സാധനം അവിടെ വെച്ച് ആ ആർട്ടിഫാക്റ്റ് നമ്മുടെ ഡോറ കൈക്കലാക്കാണ്. പക്ഷെ ഒറിജിനൽ
ഒറിജിനൽ സാധനം അവിടെ നിന്ന് പുറത്തോട്ട് വന്നാൽ അറിയാലോ, ട്രഷർ ഹണ്ട് മൂവീസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവിടെ എന്തേലും പണിയുണ്ടാവും. പെട്ടെന്ന് അവിടെ തീ കത്താൻ തുടങ്ങാണ്. ഡോറയ്ക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കണം. ആരാ റെസ്ക്യൂവിന്? നമ്മുടെ ഡിയാഗോ. സംഗതി റെസ്ക്യൂർ എന്ന പേരിൽ ഡിയാഗോയെ ഡോറ പുച്ഛിക്കാറുണ്ടെങ്കിലും ഇത്തരം ഘട്ടങ്ങളിൽ ഡിയാഗോ വേണം കേട്ടോ അവൾക്ക് രക്ഷപ്പെടാനായിട്ട്. പക്ഷെ അന്നേരം ഒരു കാര്യം സംഭവിച്ചു. അവള് രക്ഷപ്പെടുന്നതിനിടയ്ക്ക് അവളുടെ ഫേവറേറ്റ് മാപ്പ് ആ തീയിൽ വീണു പോവാണ്. അങ്ങനെ മാപ്പിനെ നഷ്ടപ്പെട്ട നമ്മുടെ ഡോറ ആകെ വല്ലാതാവുന്നുണ്ട്. അവളുടെ എക്സ്പ്ലോറിംഗ് പാർട്ട്ണർ ആയിരുന്നല്ലോ മാപ്പ്. അന്ന് തൊട്ട് അവൾ ആരോടും മിണ്ടാതായി. ഫാമിലിക്കൊന്നും ഇവൾക്ക് എന്താ പറ്റിയെന്നറിയില്ല. അങ്ങനെ ഒരു ദിവസം ഡിയാഗോ അക്കാര്യം പറഞ്ഞു കൊടുത്തു. എന്നാൽ ഫാമിലി പറഞ്ഞു കൊടുക്കാണ്, മോളെ നിനക്ക് അങ്ങനെ മാപ്പിന്റെ ആവശ്യമുണ്ടോ, നീ ഒരു എക്സ്പ്ലോറർ അല്ലേ എന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും ഡോറയുടെ വിഷമം മാറിയില്ല. ഡിയാഗോ അവളുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. നിനക്ക് ഞാനൊരു സന്തോഷ വർത്തമാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ ഒരു കാര്യം എടുത്ത് കാണിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് അവൾ അവൻ്റെ കയ്യിലുള്ള ഒരു മാഗസിൻ കാണുന്നുണ്ട്. ദേ ജംഗിൾ ക്രൂയിസോ ഇവിടെയോ എന്നും പറഞ്ഞ് അവള് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അതായത് ഇവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കമീല ഇവിടെ വരുന്നുണ്ട്. കമീല കൊണ്ടുവന്നിട്ടുള്ള ഒരു കുഞ്ഞു എക്സിബിഷനാണ് ജംഗിൾ ക്രൂയിസ്. അങ്ങനെ ഡോറയും ഡിയാഗോയും അവിടെ ജോലിക്ക് പോവാണ്. ഞാൻ നിങ്ങളുടെ വലിയ ഫാനാന്ന് പറഞ്ഞ് ഡോറ കമീലയ്ക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഡോറയെ അവിടെ ജോലിക്കാരിയായി എടുത്തു, നിന്റെ ഡ്യൂട്ടി നീ ചെയ്യൂ എന്നെല്ലാം പറയാണ്. അങ്ങനെ ഡോറ അവളുടെ ഫസ്റ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ എങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്നും നമ്മുടെ ഡോറയ്ക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവൾക്ക് എക്സ്പ്ലോറിങ് വലിയ ഇഷ്ടമാണ്. അങ്ങനെ നയ എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ കൂടെ അവള് ഈ ടൂർ ഗൈഡായിട്ട് പോകുന്നുണ്ട്. സംഗതി അവള് ഭയങ്കര ഇൻട്രോ ഇട്ടിട്ട് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തും. പക്ഷെ അവിടെയൊക്കെ ഡമ്മിയാണ് ഉണ്ടായിരുന്നത്. ഈ കാണാൻ വരുന്നവരൊക്കെ തന്നെ ഇൻട്രോ കേട്ട് ഇവളുടെ വർത്താനം കേട്ട് അവള് ശരിക്കും അനുഭവിച്ച കാര്യങ്ങൾ വെച്ചുള്ള കാര്യങ്ങൾ പറയുവാണ്. അതെല്ലാം കേട്ട് ആശ്ചര്യത്തോടെ നോക്കും. പക്ഷെ അവിടെ ഡമ്മി ആയിരിക്കും ഉണ്ടാവുക. ഒറിജിനൽ ആയിട്ടൊരു മൃഗം പോലും അവിടെ അവരെ കാണിക്കാനുണ്ടായിരുന്നില്ല. സോ ഡോറയ്ക്കും ഇത് വൺ ബോറടിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു പരിപാടി എന്നുള്ള മട്ടിലാണ് പിന്നീട് ഇത് കാണാൻ വരുന്ന കാഴ്ചക്കാരുടെ അവസ്ഥയും വേറെ ഒന്നും അല്ലായിരുന്നു. പിന്നെയും ഡോറയ്ക്ക് ഇതേ ജോലി റിപ്പീറ്റായി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഡിയാഗോ ആവട്ടെ അവിടെ സംസാരിക്കുന്ന മക്കാസ് ഉണ്ട്, അതിൻ്റെ ഒരു സ്റ്റാളിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അന്ന് അവർ ജോലിയെല്ലാം കഴിഞ്ഞ് അന്നത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് പോകുമ്പോഴാണ് ഡോറ തൻ്റെ ID കാർഡ് എടുക്കാത്ത കാര്യം ഓർമ്മിച്ചത്. അവൾ തിരിച്ചു പോയി നോക്കുമ്പോൾ അവിടെ ഫോർബിഡൻ, അതായത് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ വന്ന് അവര് JCB എല്ലാം വെച്ച് മണ്ണ് മതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്കിയോളജിസ്റ്റുകൾ എന്നല്ല എന്ന് ഡോറയ്ക്ക് മനസ്സിലായി. ഡിയാഗോയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്. കമീലയുടെ സമ്മതത്തോട് കൂടിയിട്ട് അവിടെ അവര് എംബറേഴ്സ് ബ്രേസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗോൾഡ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ല, എംബറേഴ്സ് ബ്രേസ്ലെറ്റ് തന്നെ കിട്ടണമെന്ന് കമീല ഇവരുടെ അടുത്തും പറയാണ്. ഇതാണ് സോൾ ഡൊറാഡോയിലേക്കുള്ള വഴി എന്ന് ഡോറയ്ക്ക് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. തിരിച്ച് വീട്ടിലെത്തിയ ഡോറ ഡിയാഗോയ്ക്ക് ഇവരുടെ പണ്ട് മുത്തശ്ശൻ ഏൽപ്പിച്ചൊരു ബുക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എംബ്രസ് ബ്രേസ്ലെറ്റ് എന്താണെന്നുള്ളത് അതിനകത്ത് വിവരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് സോൾ ഡൊറാഡോയിലേക്കുള്ള വഴി, നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കണം എന്ന് ഇവള് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ആരും അറിയാതെ ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് നമ്മുടെ ഡോറ പോയി നോക്കുമ്പോൾ ഈ എംബ്രസ് ബ്രേസ്ലെറ്റ് ഇരിക്കുന്ന ഒരു പെട്ടിയുണ്ട്. അത് ഇവർക്ക് കിട്ടിയതായിട്ട് ഡോറ കാണുകയാണ്. അത് കൊണ്ടുവച്ച സ്ഥലം മനസ്സിലാക്കിയ ഡോറ ആരും കാണാതെ അതിനകത്തേക്ക് കടക്കുന്നുണ്ട്. അവൾക്ക് ഇത് കണ്ട് ഭയങ്കര ആശ്ചര്യം തോന്നുകയാണ് കേട്ടോ. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഡിയാഗോ ആയിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സമാധാനം, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്ന് പറയുന്നു. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു കീ വേണം. ഈ കീ ആണ് അന്ന് ഗുഹയിൽ നിന്ന് നമ്മുടെ ഡോറ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിഫാക്ട്. ഇതവള് അതിന്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ബോക്സ് ഓപ്പൺ ആവാണ്. അവൾ ആ ബ്രേസ്ലെറ്റിൽ ഒന്ന് തൊട്ടതും അത് അവളുടെ കയ്യിൽ വന്ന് അങ്ങ് അമർന്നിരിക്കുന്നുണ്ട്. അവൾ ആകെ എന്തോ പോലെ ആയിപ്പോയി. പെട്ടെന്ന് അവൾക്കൊരു വിഷൻ കൂടി വരികയാണ്. ഈ വിഷനിലൂടെ എവിടെയാണ് സോൾ ഡൊറാഡോ ഉള്ളതെന്നുള്ള കാര്യം ഒരു ഫ്ലാഷ് പോലെ നമ്മുടെ ഡോറയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇത്രയും നാളതൊരു മിത്താണ്, അതൊരു സ്റ്റോറി ആണെന്ന് വിചാരിച്ചിരുന്ന ഡിയാഗോയ്ക്ക് ഡോറ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ സോൾ ഡൊറാഡോ കണ്ടെന്ന്. ഇനി നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ പോകണമെന്ന്. പെട്ടെന്നാണ് കമീലയും കൂട്ടരും അവിടേക്ക് വരുന്നത്. ഇവർ ഒളിച്ചിരിക്കുകയാണ്. ഈ ബ്രേസ്ലെറ്റ് മോഷണം പോയെന്ന് മനസ്സിലായി ഇവർ തിരയാൻ തുടങ്ങുമ്പോഴേക്ക് ഡോറയും ഡിയാഗോയും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോറയാണ് ഇത് എടുത്തത് എന്നുള്ള സംശയം കമീലയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഡോറയെ ഇടയ്ക്ക് വെച്ച് ആ ബ്രേസ്ലെറ്റ് ഒന്ന് സ്റ്റക്ക് ആക്കിപ്പിക്കുവാണ്. അതായത് കമീലയും കൂട്ടരും തൊട്ടടുത്തുണ്ടെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് എങ്ങനെ ശ്രമിച്ചാലും ആ ഭാഗത്തോട്ട് പോകാൻ ഇവൾ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുവാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കമീലയുടെ ശ്രദ്ധ തിരിച്ച് ഇവിടെ നിന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള വഴി നമ്മുടെ ഡോറയ്ക്കും ഡിയാഗോയ്ക്കും ഈ ബ്രേസ്ലെറ്റ് എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർ ഇക്കാര്യം മുഴുവൻ നയയുടെ അടുത്ത് പറയാണ്. നയയുടെ അനിയനായിട്ടുള്ള സോണിയും കൂടി ഉണ്ടായിരുന്നു. ഈ കഥയൊക്കെ കേട്ടപ്പോൾ രണ്ടുപേർക്കും അഡ്വഞ്ചറസ് കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് നയ പറയാണ്, ഞാൻ നിങ്ങളെ ഇവിടുന്ന് പുറത്ത് കടക്കാൻ ഹെൽപ്പ് ചെയ്യാം. അവള് പിന്നെ ഒരു വണ്ടിയിൽ സവാരി ചെയ്യുന്ന ആളാണല്ലോ, വിസിറ്റേഴ്സിനെയൊക്കെ
താഴേക്ക് ഇറക്കിയിട്ട് ഇവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഇവര് അവിടുന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം കമീലയും കൂട്ടരും ഇവരെ പിടിക്കാൻ പിറകെ വരുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ സോണിക്ക് ഒരു അമ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് മയക്കുവെടിയൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് ഈ കമീലയുടെ ഫ്രണ്ടിനെ അമ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സോണി നിൽക്കുന്നുണ്ടെങ്കിലും അത് അറിയാണ്ട് പോയി കൊള്ളുന്നത് നമ്മുടെ ഡിയാഗോയുടെ ദേഹത്താ. അപ്പൊ തൊട്ട് നമ്മുടെ ഡിയാഗോ ഉറക്കത്തിലാവുന്നുണ്ട്. ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡിയാഗോയെ നോക്കണം, കമീല കൂടെ വരുമ്പോൾ അവളെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് നോക്കാനല്ലേ. നോക്കുമ്പോൾ ഈ കമീല ഒരു ബൈക്ക് എടുത്തിട്ട് ഇവരുടെ സൈഡ് പിടിച്ച് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഫാസ്റ്റിൽ പോകാൻ തുടങ്ങി. ഇവർ വേറെ വഴിയെ, കമീല വേറെ വഴിയെ. പക്ഷെ കമീല നേരെ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നുണ്ട്. അന്നേരം ഒരു തള്ളച്ച് വന്ന് ഈ സ്വിമ്മിംഗ് പൂളിൽ വഴിക്ക് വന്ന് ഈ കമീലയുടെ ദേഹത്തോട്ട് ഒറ്റ മറിഞ്ഞു വീഴ്ച. അങ്ങനെ അവൾ അവിടെ വീഴുന്നുണ്ട്. ഈ തക്കത്തിന് നമ്മുടെ പിള്ളേരാവട്ടെ ഈ പാർക്കിന്റെ ഗേറ്റ് പൂട്ടാൻ തുടങ്ങുമായിരുന്നു. അതിന്റെ തൊട്ട് മുമ്പായിട്ട് അവളൊന്ന് ചാടി പുറത്തോട്ട് കടന്നു. പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. ഇവര് പിന്നാലെ കമീലയും കൂട്ടനും വരുന്നുണ്ടായിരുന്നെങ്കിലും ഇവർ ജസ്റ്റ് എസ്കേപ്പ്. കാരണം കാടിനുള്ളിൽ എവിടെയോ പോയിട്ട് മറിഞ്ഞടിച്ച് വീണിട്ടുണ്ടായിരുന്നു. നാലും കൂടെ പിന്നെ എണീറ്റ് വരുന്നുണ്ട്. ഡിയാഗോ ഇപ്പൊ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവനൊരു ഗ്ലിച്ച് പോലെയാ. ശരിക്കും അവൻ ഉറക്കത്തുനിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പൊ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ബ്രേസ്ലെറ്റ് കാണിക്കുന്ന വഴിയെ പോകണം. പക്ഷേ വഴി കാണിക്കാൻ ഇപ്പൊ നമ്മുടെ ഡോറയ്ക്ക് മാപ്പില്ല. അതുപോലെ ഇനി എവിടെ തുടങ്ങണം എന്നുള്ളത് നമ്മുടെ ഡോറയ്ക്ക് അറിയേയില്ല. അപ്പൊ ഡോറ പറയാണ്, ഈ ബ്രേസ്ലെറ്റ് നമുക്ക് വഴി കാണിച്ചു തന്നല്ലോ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ബ്രേസ്ലെറ്റിന്റെ ഇതിൽ പോവാം. പക്ഷെ പോവാൻ വേണ്ടി നമ്മൾ ആരും റെഡി അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഡോറ അവളുടെ ബാക്ക് പാക്ക് അങ്ങ് ഓപ്പൺ ചെയ്തു. ഡോറയുടെ ബാക്ക് പാക്കിന്റെ കാര്യം പറയണ്ടല്ലോ, അതിൽ കൊള്ളാത്ത സാധനങ്ങളില്ല. റെസ്ക്യൂ പാക്ക്, മെഡിക്കൽ കിറ്റ്, ഫുഡ് ഐറ്റംസ്, അങ്ങനെ എല്ലാതും അതിനകത്തുണ്ടായിരുന്നു. എന്നാ ഈ എംബ്രസ് ബ്രേസ്ലെറ്റ് വഴി കാണിക്കും എന്നുള്ള നമ്മുടെ ഡോറയുടെ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് പക്ഷെ അധികം നേരം നീണ്ടു നിന്നില്ല. അടുത്തതായിട്ട് എവിടെ ചെല്ലണം എന്ന് മാത്രമേ, ഒരു കേവിന്റെ ഓപ്പണിംഗ് മാത്രമേ ക്ലൂ ആയിട്ട് ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള വഴി അത് ഡോറയ്ക്ക് അറിയില്ല. എന്നാ പക്ഷെ ഡോറ ഇവരെയൊക്കെ സമാധാനിപ്പിക്കുകയാണ്. നിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഈ ബ്രേസ്ലെറ്റ് തന്നെ വഴി കാണിച്ചു തരും. പക്ഷെ ആര് വഴി കാണിച്ചു കൊടുക്കാനായിട്ടാണ്? അങ്ങനെ നമ്മുടെ ഡോറ അവളുടെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് ഓക്കെ നമുക്ക് ഈ വഴിയെ പോകാം എന്നെല്ലാം പറയുന്നു. ഈ സമയത്ത് ഇവർ എവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് വണ്ടിയുടെ ആ ട്രാക്ക് നോക്കിയിട്ട് കമീലയും കൂട്ടരും ഈ ഒരു കാടിന്റെ സൈഡിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കമീലയുടെ പെറ്റാണ് സ്വൈപ്പർ, അതായത് നമ്മുടെ കുറുനരി ആവട്ടെ മണം പിടിച്ച് ഇവർ പോയ വഴിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഡോറയും പിള്ളേരും ഇവിടെ പോയി എവിടെയാണ് ആ വഴി എന്ന് നോക്കുമ്പോൾ ബൂട്ട്സിനെ അവിടെ വെച്ച് കണ്ടുകൂട്ടാണ്. ബൂട്ട്സ് പറഞ്ഞു, നിങ്ങളുടെ പിറകെ ഇതേ ആൾക്കാർ വരുന്നുണ്ടെന്ന്. ഈ ബൂട്ട്സിന്റെ ലാംഗ്വേജ് നമ്മുടെ ഡോറയ്ക്ക് മാത്രമാട്ടോ ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഇവർ കണ്ടുപിടിക്കാൻ പോകുന്ന ആ ഗുഹ അത് ശരിക്കും ഒരു ടോംബാണ്, അതായത് ഒരു ശവക്കല്ലറയാണ്. അത് നമ്മുടെ ബൂട്ട്സ് തന്നെ പറയുന്നുണ്ട് ഇങ്ങനൊരു സ്ഥലം അപ്പുറത്തുണ്ടെന്ന്. അങ്ങനെ ഇവർ ഈ സ്ഥലത്തെത്തി ആ ആർട്ടിഫാക്ട് യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ടോംബ് അത് ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവര് അകത്തോട്ട് കടക്കുവാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ നയയും സോണിയും ഇത്തരത്തില് ഒരു എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സോണിക്ക് ഇതിനൊക്കെ ഭയങ്കര താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെയും ഇവിടെയും പല ലിവറുകളൊക്കെ കാണും, അതൊന്നും പിടിച്ച് തിരിക്കാനൊന്നും പാടില്ല, നമ്മൾ അങ്ങനെ തന്നെ പോകണം. നയ ആണെങ്കിൽ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. പിന്നെ നയയും ഡിയാഗോയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് കേട്ടോ, അത് നേരത്തെ പറയാൻ മറന്നതാ. നമ്മുടെ നയ ഡിയാഗോയുടെ എക്സ് ഗേൾ ഫ്രണ്ടാണ്. അത് ശരിക്ക് ആ ഒരു വണ്ടിയിൽ കയറുന്ന സമയത്താണ് ഡിയാഗോ ഇവളെ കാണുന്നത് പോലും. അങ്ങനെ ഈ ഗുഹയ്ക്ക് അകത്തെത്തിയപ്പോൾ സോണി അറിയാതൊരു ലിവർ പിടിച്ചങ്ങ് തിരിച്ചു. അവിടെ ഒരു ടോംബാണ്, നിറയെ മതിലൊക്കെ ഉണ്ട്. ഈ ചുമരൊക്കെ ആ ടോംബ് തിരിച്ചതോടുകൂടി ഇങ്ങനെ അടുത്തേക്ക് വന്ന് പരസ്പരം കൂട്ടിമുട്ടാൻ തുടങ്ങി. പോരാത്തതിന് അവിടെ ഭയങ്കര തീ ആളി പടരാനും തുടങ്ങി. നടുക്കായിട്ടൊരു സർക്കിളിനകത്ത് ഒരുപാട് തലയോട്ടിയുണ്ട്. ഇതിനകത്തോട്ട് ചാടുക എന്നല്ലാതെ ഇനി അവർക്ക് മുന്നിൽ വേറൊരു വഴിയില്ല. അവരകത്തോട്ട് ചാടി ഈ വാൾസ് എല്ലാം വന്ന് കൂട്ടിമുട്ടിയതും പെട്ടെന്ന് ആ ഒരു സർക്കിൾ ഓപ്പൺ ആയിട്ട് ഇവർ അതിന്റെ താഴേക്ക് മറിഞ്ഞു വീഴാണ് ചെയ്യുന്നത്. അവിടെ വീണ് നോക്കുമ്പോൾ ചുറ്റും നമ്മുടെ ഡോർ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നുണ്ട്, എന്തെങ്കിലും ക്ലൂവോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളത്. ആ സമയം അവിടെ 2-3 കല്ല് ബ്രേക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് തട്ടി അപ്പുറത്തെത്തുമ്പോൾ നമ്മുടെ ഡോറ കാണുന്നത് അവള് നേരത്തെ വിഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫസ്റ്റ് ക്ലൂ ആണ്. അവിടെ ശരിക്കും ഒരു ജം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് നമ്മുടെ ഡോറ ഈ ബ്രേസ്ലെറ്റിൽ വെക്കുവാണ്. ഉടനെ തന്നെ നമ്മുടെ ഡോറ അടുത്ത ക്ലൂ കൂടി കാണുന്നുണ്ട്, അതായത് അടുത്ത സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം. പക്ഷെ അവിടേക്കുള്ള വഴി കാണുന്നില്ല. പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. എന്നാൽ ഡോറയ്ക്ക് വഴി അറിയില്ല. ഡോറ പല വഴി ഇവരെ കൊണ്ടുപോയിട്ട് അയ്യോ ഇത് തെറ്റി അത് തെറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ സമയം കമീലയും കൂട്ടരും കുറുനരിയുടെ സഹായത്തോടു കൂടി ഇവരുടെ ഫസ്റ്റ് ക്ലൂ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിയപ്പോൾ ഡോറ പറഞ്ഞു, ഞാൻ തനിച്ചെന്തായാലും പോയി വഴി നോക്കിക്കോളാം, നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്ക്. അങ്ങനെ ഡോറ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഡിയാഗോയും നയയും സോണിയും കൂടി സംസാരിക്കുകയാണ്. അവൾക്കിപ്പോൾ മാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ വഴിയൊന്നും അറിയില്ല എന്നിവർ പറയുന്നത് കേട്ട് ഡോറയ്ക്ക് ചെറിയ വിഷമമാവുന്നുണ്ട്. എന്നാലും അവളതൊന്നും മുഖത്ത് കാണിക്കാതെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇന്നെന്തായാലും രാത്രിയായില്ലേ, അപ്പോൾ നമുക്ക് ഇന്നിവിടെ റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷേ രാത്രിയിൽ ആ കുറുനരി ഇവർ അറിയാതെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെയൊക്കെ മണം പിടിച്ച് ഡോറയുടെ ബാക്ക് പാക്കും അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ ഡോറ ആകെ വിഷമത്തിലാണ്. അവളുടെ മാപ്പ് ആദ്യം പോയി, ഇപ്പൊ ബാക്ക് പാക്ക് പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഡിയാഗോ പറഞ്ഞു, എന്തായാലും ഒക്കെ പോയി, അപ്പം നമുക്ക് ഈ പരിപാടി വിളിച്ച് നിർത്തി പോവാന്ന്. അങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞ് ഡോറ പിറകെ ചെല്ലുവാണ്. പെട്ടെന്ന് ഡോറയുടെ കയ്യിലുണ്ടായിരുന്ന ആ ബ്രേസ്ലെറ്റ് നേരെ ഡിയാഗോയുടെ കയ്യിൽ പോയി വീണു. അവനെ ഇവിടെ നിന്ന് പോകാനായിട്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഡിയാഗോ പറഞ്ഞു, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ നിന്റെ കൂടെ വരുന്നത് ഇത് ലാസ്റ്റത്തെ ആണല്ലോ എന്ന് കരുതിയിട്ടാണ്. നിനക്കൊരു കാര്യം അറിയോ, അന്ന് ഞാൻ ശരിക്ക് ആ ഒരു എക്സ്പ്ലോറിങ് കാര്യം കാണിക്കാനോ കമീലയുടെ പരിപാടിക്ക് നിന്നെ കൊണ്ടുപോകാനോ വന്നതല്ല. എനിക്കൊരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ. അപ്പം ഞാൻ അവിടെ പോകുന്ന കാര്യം നിന്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാ. ആര് കേൾക്കാനാ, ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോറയ്ക്ക് ഇച്ചിരി വിഷമാവുന്നുണ്ട്. എന്നാലും ഡിയാഗോ അവരുടെ കൂടെ വരുന്നുണ്ടല്ലോ. അങ്ങനെ അവർ അടുത്ത ക്ലൂ കണ്ടുപിടിക്കുകയാണ്. ആ ഒരു കേവ്, അതിനകത്തേക്ക് പോകാൻ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വേണം പോകാൻ. അവിടെ ഒരുപാട് കയറ് തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഈ നോട്ട്സ് ഉള്ള കയറ്. തൊട്ടപ്പുറത്താവട്ടെ കുറെ നോട്ട്സ് തൂക്കിയിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കല്ലുണ്ട്. ആ കല്ലിലൊക്കെ തന്നെ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു സുഡോകു ഗെയിം കളിക്കുന്ന പോലെയാണ് ഈ കല്ലിൻ്റെ ഈ പസില് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ നയയ്ക്ക് നല്ലോണം ഈ സുഡോകു കളിക്കാനൊക്കെ അറിയാം. അപ്പം അവള് ആ ഒരു ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ലിപി മനസ്സിലാക്കിയിട്ട് ഇനി ഏതൊക്കെ കയറിലോട്ട് ചാടണം എന്നുള്ളത് ഡിയാഗോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഡിയാഗോയ്ക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ചില കയറുകൾ പൊട്ടിപ്പോവും. കറക്റ്റ് കയറാണെങ്കിൽ മാത്രമാണ് അവിടെ നിൽക്കുകയുള്ളൂ. കഷ്ടപ്പെട്ട് ഡിയാഗോ അവിടെയുള്ള ഒരു പാമ്പിൻ്റെ തല പോലുള്ള ഒരു പ്രതലം ഉണ്ടായിരുന്നു, അവിടെ എത്തിപ്പെട്ടു. അതിൽ നിന്ന് നമ്മുടെ ഡിയാഗോയ്ക്ക് നെക്സ്റ്റ് സംഗതി കിട്ടുകയാണ്. അതായത് നെക്സ്റ്റ് ജെം കിട്ടുന്നുണ്ട്. അവൻ തൻ്റെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റിൽ ആ ജെം ചേർത്ത് വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഡോറ മാറിയിരിക്കുകയാണ്. എന്താ നിനക്ക് പറ്റിയെന്ന് ഡിയാഗോ ചോദിക്കുമ്പോൾ, ഞാനെപ്പോഴും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടാവണം എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഞാൻ നിന്റെ സ്വപ്നം തകർക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഡിയാഗോ പറഞ്ഞു കൊടുത്തു, നമ്മൾ ഇവിടെ എത്താൻ കാരണം നീയല്ലേ ആ ഗുഹയിൽ നിന്ന് കണ്ടുപിടിച്ചതെന്നൊക്കെ. അങ്ങനെ അവൾ സെറ്റായി. നമ്മുടെ ഡിയാഗോയ്ക്കും വിഷനൊക്കെ കിട്ടി പുറത്തിറങ്ങിയപ്പോൾ അതേ കമീലയും കുട്ടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡോറയെയും അതുപോലെ നമ്മുടെ ഡിയാഗോയുടെ ഈ എസ്കേപ്പിംഗ് ബാഗും കൂടി തട്ടിയിട്ട് ബാക്കി എല്ലാവരെയും കൂട്ടി ഈ കമീലയും കൂട്ടരും ഇവിടെ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് യാത്രയാവുകയാണ്. ഡോറയാവട്ടെ ഈ രാത്രി ഭയങ്കര ഇരുട്ട് കയറിയിട്ടാണ് അവൾക്ക് ബോധം വരുന്നത്. ഈ സമയത്ത് ഡിയാഗോ ഇവർ പറഞ്ഞതൊന്നും കേൾക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഡോറ ആകെ പേടിച്ചറിണ്ട് എവിടെ പോയിട്ട് ഇവരെ കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്നൊരു സ്വന്തമായിട്ടൊരു വിഷൻ തോന്നുകയാണ്. അവൾ മാനത്തോട്ട് നോക്കിയപ്പോൾ ഈ നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ നക്ഷത്രങ്ങൾ നമുക്ക് വഴി കാണിക്കുമല്ലോ. അതിൽ നിന്ന് ഡോറയ്ക്കൊരു കാര്യം മനസ്സിലായി, ഈ വഴി കാണിക്കുന്നത് മാപ്പ് മാത്രമല്ല, അവൾ സ്വന്തമാണ്. ഐ ആം ദ മാപ്പ്, ഐ ആം ദ മാപ്പ്, ഐ ആം ദ മാപ്പ് എന്നല്ലേ പറയുന്നത്. അവൾ തന്നെയാണ് മാപ്പ് എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ഈ സമയം എല്ലാവരെയും കെട്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഡോറ അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഡിയാഗോ അത് കണ്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു സൈലന്റ് പ്ലാൻ വെച്ച് കമീലയും കൂട്ടരെയും ആ സമയത്ത് അവിടെ നിന്ന് ട്രാപ്പ് ആക്കുന്നുണ്ട്. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, അവിടെയുള്ള അടുത്ത ക്ലൂ ആയിട്ടുള്ള കേവ് ഡോറയുടെ കയ്യിലുള്ള ആർട്ടിഫാക്ട് വെച്ച് തുറന്നു. പക്ഷെ കമീല ഇതിനകത്തോട്ട് കടക്കുവാണ്. കമീലയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, പണ്ട് അവൾ TV ഷോ നടത്തിയതിൽ ഒരെണ്ണം പാളിപ്പോയി. ഒരു എക്സ്പ്ലോറിംഗ് നടത്തി അവൾക്ക് നിധിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്ന് തൊട്ട് ഇവളെ ആക്ടിങ് ആണ്, ഇവള് പറ്റിപ്പാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. അവൾ ശരിക്കും ഒരു റിയൽ എക്സ്പ്ലോറർ ആണെന്ന് എല്ലാവരെയും കാണിക്കണമായിരുന്നു. ഡോറയ്ക്കാണെങ്കിൽ ആഗ്രഹം കളഞ്ഞുപോയ മാപ്പിനെ തിരിച്ചു കിട്ടണം എന്നുള്ളതും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ കമീലയ്ക്ക് മനസ്സിലായി, ശരിക്കും ഒരു റിയൽ എക്സ്പ്ലോറർ ഇത്തരത്തിലൊരു മാജിക് കൊണ്ടല്ല ശരിക്കും ഇതൊന്നും ചെയ്യേണ്ടത്. അത് ഡോറ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അകത്തോട്ട് കടന്നപ്പോൾ ഇനി ചെയ്ത് തീർക്കാനായിട്ടുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, അവിടെ കുറേ ഗോൾഡ് ഉണ്ടായിരുന്നു. എന്നാൽ കമീലയുടെ ഫ്രണ്ട് ഈ ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ടാസ്ക് നോക്കുമ്പോൾ അവിടെ ഒരു തുലാസ് ഉണ്ട്. അതിനകത്തേക്ക് ഗോൾഡ് നിറച്ച് 5 തുലാസും നിറയുന്നവരെ അത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ആ തുലാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഗുഹയുടെ വാതിൽ ഇങ്ങനെ പയ്യെ തുറക്കും. ഇതുവഴി സൺലൈറ്റ് അകത്തടിച്ച് അപ്പുറത്തുള്ള വാതിലിൽ അടിക്കുമ്പോഴാണ് ആ വാതിൽ തുറക്കുള്ളൂ. അപ്പുറത്താണ് നെക്സ്റ്റ് ക്ലൂ ഉള്ളത്. അങ്ങനെ നമ്മുടെ കമീല അവളുടെ ഫ്രണ്ടും കൂടി ഈ ഗോൾഡ് എടുക്കണ്ട അതിനു വേണ്ടി അടിയായി. അതായത് കമീല ഇവനെ തടഞ്ഞു വെക്കുകയാണ് ഇവൻ ഗോൾഡ് എടുക്കുന്നതിൽ നിന്ന്.
ബാക്കി എല്ലാവരും ഗോൾഡ് വാരി തുലാസിൽ നിറച്ച് ആ തുലാസൊക്കെ തന്നെ താഴേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഗോൾഡ് നിറച്ചു. അടുത്തേക്ക് നമ്മുടെ കമീലയുടെ ഫ്രണ്ട് ഇവിടെ നിന്ന് താഴെ വീഴുന്നുണ്ട്. ഇവിടെ ഗോൾഡ് എല്ലാം നിറച്ചെങ്കിലും ഒരു തുലാസ് മാത്രം താഴേക്ക് വീഴുന്നില്ല. ആ സമയം കമീല ഒരു തീരുമാനം എടുത്തു. നിങ്ങളെയൊക്കെ ഈ പ്രശ്നത്തിലൊക്കെ ആക്കിയത് ഞാനല്ലേ എന്ന് പറഞ്ഞ് അവൾ അതിലേക്ക് എടുത്ത് ചാടി ആ തുലാസും കൂടെ താഴേക്ക് വീണു പോവാണ്. പക്ഷേ നമ്മുടെ കമീലയ്ക്ക് ഒന്നും പറ്റിയില്ല. കാരണം ആ ബ്രേസ്ലെറ്റ് അവളെ രക്ഷപ്പെടുത്തി. നമ്മുടെ ഡിയാഗോയുടെ കയ്യിൽ നിന്ന് അതിപ്പോൾ കമീലയുടെ കയ്യിൽ വന്ന് വീണു. അങ്ങനെ ഇവർ പ്രതീക്ഷിച്ച പോലെ അപ്പുറത്തെ ഡോറ് തുറന്നു. അവിടെ നിന്ന് ജെമ്മ് കിട്ടി. ആ ജെമ്മെടുത്ത് നമ്മുടെ കമീല ബ്രേസ്ലെറ്റിൽ വെക്കുന്നുണ്ട്. ഇനിയാണ് സോൾ ഡൊറാഡ ഇവർക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇത്രയും നേരം ഇവർ കാത്തിരുന്ന ആ സംഗതി അവരുടെ കൺമുന്നിൽ നടന്നു. പക്ഷേ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളത് ഈ എക്സ്പ്ലോറിങ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു കാര്യം ഒഴികെ നമ്മുടെ ഡിയാഗോയുടെ ഇന്റേൺഷിപ്പിന് പോകുന്നത് മുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഡോറ അത് ആഗ്രഹിച്ചു. അങ്ങനെ നമ്മുടെ ഡിയാഗോ ഇന്ന് ഇന്റേൺഷിപ്പിന് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാട്ടോ. എല്ലാവരുടെ അടുത്തും ബായ് പറയുന്നുണ്ട്. എക്സ് ആയിരുന്ന നമ്മുടെ നയ ഇപ്പം അവൻ്റെ കറണ്ട് ഗേൾ ഫ്രണ്ട് കൂടിയാണ്. ഡോറയ്ക്ക് പോകുന്നതിന് മുൻപ് ഡിയാഗോ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏറെ സങ്കടത്തോടെ തൻ്റെ എക്സ്പ്ലോറിംഗ് പാർട്ട്ണറിനോട് ബായ് പറയാണ് ഡോറ. അവൻ പോകുന്നത് ദൂരെ നിന്ന് കാണാനായിട്ട് മലയുടെ മുകളിലേക്ക് ബൂട്ട്സിനെയും കൂട്ടി അവൾ ഓടി പോകുന്നുണ്ട്. അങ്ങനെ അവിടെ പോകുമ്പോഴാണ് ബൂട്ട്സ് നിന്റെ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നീ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാത്ത എന്ന് ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡോറ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആകെ മൊത്തം വണ്ടർ അടിച്ചു പോവാണ്. കാരണം ഡിയാഗോ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് ഒരു മാപ്പായിരുന്നു. ഇനി അടുത്ത എക്സ്പ്ലോറിങ്ങിൽ അവൾക്ക് കൂട്ട് ഈ മാപ്പാണെന്നാണ് അവൻ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏറെ സന്തോഷത്തോടെ നിൽക്കുന്ന അവളുടെ മുന്നിലേക്ക് മറ്റൊരു കാര്യം കൂടി നടന്നു. അതായത് ഗ്രീൻ കളറുള്ള സൺസെറ്റ്. ഇത് കാണുന്നത് വളരെ ഭാഗ്യകരമാണെന്നാണ് പറയപ്പെടുന്നത്. സോ ഇത്തരത്തിലെ മനോഹരമായ ഒരു സീനോട് കൂടി ഈ മൂവിയോട് അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.